CPIM-ന് കോടതിയിൽ ഒരു തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും കെ സുധാകരനെ എപ്പോഴും ഒരു കൊലയാളി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ആ കൊലയാളി എന്ന് വിളിക്കുന്നതിന് അല്ലെങ്കിൽ ഏത് ക്രിമിനൽ കുറ്റവും ചെയ്യുന്നയാൾ എന്ന് വിളിക്കുന്നതിന് കാരണമായി ചൂണ്ടിക്കാട്ടിയിരുന്നത് ജീവിക്കുന്ന രക്തസാക്ഷിയായ ഇ.പി. ജയരാജൻ എന്ന രീതിയിലാണ്. പ്രത്യേകിച്ചും കണ്ണൂർ രാഷ്ട്രീയത്തിൽ കെ സുധാകരൻ എപ്പോഴൊക്കെ CPIM-നെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് വരുന്നുണ്ടോ, എത്രയും ഉറക്കെ ശബ്ദമുയർത്തുന്നുണ്ടോ, അപ്പോഴൊക്കെ കെ സുധാകരനെ അടിച്ചിരുത്തുന്നത് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. 29 വർഷത്തിന് ശേഷമാണ് ഇക്കാര്യത്തിൽ ഈ ഗൂഢാലോചന കേസിൽ കുറ്റവിമുക്തനാക്കുന്നത്. അതിൽ കെ സുധാകരൻ പറയുന്നത് ക്രിമിനലായി ചിത്രീകരിച്ച് കൊലയാളി പട്ടം ചാർത്തി കാലാകാലങ്ങളായി വേട്ടയാടിയ CPIM നേതൃത്വം എന്നാണ്. അപ്പോൾ അവർക്കുള്ള മറുപടി എന്നാണ് സുധാകരൻ പറയുന്നത്. പക്ഷേ കെ സുധാകരൻ പറയുന്ന മറ്റൊരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഇത് കെട്ടുകഥയൊന്നുമല്ല. ഒരാളെ വെടിവെച്ചു എന്നുള്ളത് വസ്തുതയാണ്. ആ വെടി കൊണ്ടയാൾ ഇപ്പോഴും നമ്മുടെ മുന്നിൽ ജീവിക്കുന്നുണ്ട് എന്നതും വസ്തുതയാണ്. അപ്പോൾ ആരാണ് അതിന് നിർദ്ദേശം നൽകിയത്? ആ പോയി വെടിവെച്ച ആളുകൾ അവരുടെ വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ പോയി ചെയ്തു എന്നുള്ളതൊന്നും ആരും തന്നെ വിശ്വസിക്കുന്ന ഒരു കാര്യമായി എനിക്ക് തോന്നുന്നില്ല. ഇതിൽ ഇ.പി. ജയരാജൻ വധശ്രമ കേസിലെ ഗൂഢാലോചന കേസിൽ കുറ്റവിമുക്തനാക്കിയതുകൊണ്ട് CPIM മാപ്പ് പറയണം പൊതുസമൂഹത്തോടെന്നൊക്കെയാണ് ഇന്ന് രമേശ് ചെന്നിത്തല റിപ്പോർട്ടറിന് തന്നെ വാർത്തയ്ക്കിടെ നമ്മൾ വിളിച്ചപ്പോൾ പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത്. ഇതിൽ 1995 നടന്ന ഒരു സംഭവത്തിൽ 2024 നമ്മളതെടുത്ത് ചർച്ച ചെയ്യുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഒരു സംഭവത്തിൽ അതേക്കുറിച്ച് പരമാവധി ഉപയോഗിക്കാനായി ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പല തെരഞ്ഞെടുപ്പുകളിൽ പല വ്യക്തിപരമായ കാര്യങ്ങളിൽ ഒക്കെ വരുമ്പോഴും കെ സുധാകരനെ കൃത്യമായി ടാർഗറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടൂളായിരുന്നു ഇത്. ആ ടൂൾ കൃത്യമായി അവർക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം രാഷ്ട്രീയ ജീവിതം അവസാനിക്കാറായിരിക്കുന്ന കെ സുധാകരനെ ഇനിയിപ്പോൾ കുറ്റവിമുക്തനാക്കിയിട്ട് എന്ത് കാര്യം എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇ.പി. ജയരാജൻ എന്ന് പറഞ്ഞ ഒരു കാര്യം, ഈ കുറ്റവിമുക്തനാക്കിയതിനെതിരെ അപ്പീലുമായി ഞാൻ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്. കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കും. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപ്പീൽ നൽകാൻ സർക്കാരിനോട് ആവശ്യപ്പെടും. അങ്ങനെ സർക്കാർ പിന്നോട്ടേക്ക് പോകേണ്ടതില്ല എന്ന ഒരു സൂചന സർക്കാരിന് മുന്നിൽ വെക്കുകയാണ്, അല്ലെങ്കിൽ പിണറായിക്ക് മുന്നിൽ വെക്കുകയാണ്. കാരണം പിണറായി ആയിരുന്നു ലക്ഷ്യം, മാറിക്കൊണ്ടതാണ് ഇ.പി. ജയരാജൻ എന്ന ഒരു വേർഷൻ അവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ടും പിണറായി എന്തുകൊണ്ട് ഇന്ന് മിണ്ടിയില്ല? തിരിച്ചു വന്നല്ലോ, ടൂറൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഇന്നൊന്നും മിണ്ടി കണ്ടില്ല. ഒരു പക്ഷേ നാളെയോ മറ്റന്നാളോ മിണ്ടുമായിരിക്കും. എന്തായാലും ഈ കാര്യത്തിൽ പ്രതികളെ വാടകയ്ക്കെടുത്ത് ആസൂത്രിതമായി നടത്തിയ ഒരു നീക്കമാണ് എന്നതിൽ ഞാൻ ഒട്ടും തന്നെ സംശയിക്കുന്നില്ല. ആ വാടകയ്ക്കെടുത്തയാൾ അല്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധികേന്ദ്രം അതെന്തായാലും കെ സുധാകരനേക്കാൾ ചെറിയ ഒരാളായിരിക്കില്ല എന്നത് വ്യക്തമാണ്. അപ്പോൾ കെ സുധാകരൻ അല്ലെങ്കിൽ ആരാണത് ചെയ്യിച്ചത് എന്നുള്ളതിലേക്ക് എത്തേണ്ടതാണ്. പക്ഷേ ആ ഫയൽ റീഓപ്പൺ ചെയ്യാൻ ഇരുപക്ഷത്തിനും താല്പര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം രണ്ട് കൂട്ടരും LDF ആയാലും UDF ആയാലും ഇത് അങ്ങ് സെറ്റിൽ ചെയ്ത ഒരു മട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ പ്രതികരണങ്ങൾ വളരെ ശുഷ്കമായ പ്രതികരണങ്ങളാണ്. അല്ലെങ്കിൽ ഇതുപോലെ രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് കുറ്റവിമുക്തനാക്കിക്കൊണ്ട് KPCC പ്രസിഡന്റിനെയാണ് കുറ്റവിമുക്തനാക്കിയത്. കണ്ണൂരിലെ CPIM-നോട് എക്കാലവും മുട്ടി നിന്നിട്ടുള്ള ഒരു നേതാവിനെയാണ് കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത്. അതും CPIM-ന്റെ തന്നെ LDF-ന്റെ കൺവീനറെ CPIM-ന്റെ കണ്ണൂരിലെ കരുത്തനായ ഒരു നേതാവിനെ വധിക്കാൻ ശ്രമിച്ചുവെന്ന കേസിൽ കുറ്റവിമുക്തനാക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് കണ്ണൂർ ലോബിയെങ്കിലും ഒന്ന് പ്രതികരിക്കേണ്ടതല്ലേ? കണ്ണൂരിൽ നിന്നാണല്ലോ പ്രധാനപ്പെട്ട പദവികളിലെല്ലാം ഇടതുപക്ഷത്തിൽ ഇപ്പോൾ നേതാക്കൾ ഇരിക്കുന്നത്. പക്ഷേ ആരും മിണ്ടിക്കണ്ടില്ല. അപ്പോൾ സെലക്റ്റീവായ ഒരു മൗനമാണ് ഈ കാര്യത്തിൽ CPIM സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് ഞാൻ കരുതുന്നത്. തെളിവുകൾ ഹാജരാക്കുന്നതിൽ വിജയിച്ചിട്ടില്ല എന്ന കാര്യം കൂടി ഇ.പി. പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ തെളിവുകൾ ഹാജരാക്കേണ്ടതില്ല. വിചാരണ കോടതിയിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സുധാകരന്റെ ഹർജിയിൽ സുധാകരന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകാതെ പോയതും അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് പിന്നെ ഹൈക്കോടതിയിലേക്ക് വരുമ്പോൾ പക്ഷേ തെളിവുകളൊന്നും കോടതിക്ക് മുന്നിൽ എത്തുന്നില്ല. അതെന്തുകൊണ്ടാണ്? അവിടെയും ഒരു മനഃപൂർവ്വമുള്ള ഒരു നീക്കം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഇ.പി. സംശയിക്കുന്നത് പോലെയാണ് ഇന്ന് ഇ.പിയുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സുധാകരൻ പറഞ്ഞ പാവം ഇ.പി. എന്ന് പറയുന്നത് ഒറ്റപ്പെടുന്ന ഇ.പി. എന്ന അർത്ഥത്തിൽ തന്നെ ആകാനാണ് സാധ്യത. ഇ.പി. ജയരാജനെ ജൂൺ 4-ന് ശേഷം കാത്തിരിക്കുന്നത് എന്താണ് എന്നത് നമുക്കറിയില്ല. ജൂൺ 4-ന് വോട്ട് എണ്ണിക്കഴിയുമ്പോൾ ഇ.പിയുടെ കയ്യിലുള്ള ആയുധങ്ങൾ ഇ.പി. എങ്ങനെയാണ് എടുത്ത് പ്രയോഗിക്കാൻ പോകുന്നതെന്നും നമുക്കറിയില്ല. അതിൽ ഒരുപക്ഷേ ഈ കേസടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകാം, ഇതുവരെ പറയാത്ത പല കാര്യങ്ങളും ഉണ്ടാകാം. എന്തായാലും ജൂൺ 4-ന് വോട്ട് എണ്ണിക്കഴിയുമ്പോൾ ഈ വിഷയത്തിലടക്കം ഇ.പി. പലതും പറയും, പാർട്ടി പലതും ചെയ്യും. ഇ.പിക്കെതിരായ നടപടി എന്ന് പറയുമ്പോൾ അതൊരു ശാസനയിൽ മാത്രം ഒതുക്കിക്കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമോ, അതോ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകുമോ? പ്രത്യേകിച്ചും സീറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ അത് മുന്നണിക്കുള്ളിൽ പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിൽ പല വിഷയങ്ങളിലായുള്ള കോളിളക്കങ്ങളിലേക്ക് പോകാനുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ഒരു മൗനം അതൊരു സെലക്റ്റീവ് മൗനമാണ്. പക്ഷേ ആ മൗനം ജൂൺ 4 വരെ നീണ്ടു നിൽക്കൂ എന്നാണ് ഞാൻ കരുതുന്നത്. Meet the editors.